യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ 2-ാം തീയതി തന്നെ പ്രഖ്യാപിച്ചു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ നിരവധി മേഖലകളിൽ കലാരംഗത്തും മറ്റും ശോഭിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ മത്സരിപ്പിക്കുന്നു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ക്ഷീണവുമില്ല, യാതൊരു വിധത്തിലുള്ള ക്ഷീണവുമില്ല. കുറേ കൂടി ശക്തി ഞങ്ങൾക്ക് പ്രാപിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ല, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ അൻവർ ഇവിടെ മത്സരിക്കുന്നു എങ്കിൽ അൻവർ ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അപകടമുണ്ടാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ LDF സ്ഥാനാർത്ഥിക്കായിരിക്കും അതിൻ്റെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ അൻവറിനെ കണ്ടുകൊണ്ടല്ലല്ലോ. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ UDF അഭിപ്രായങ്ങൾ പറയുന്നത് അൻവറിനെ കണ്ടുകൊണ്ടല്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ആയി ഞങ്ങളിതിനെ കാണുകയാണ്. ആ ജനവികാരമായി കണ്ടുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തന രംഗത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞങ്ങൾ അർദ്ധരാത്രിയിലൊന്നും പോയി ആരെയും കാണാനും എടുക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാകും. ഇപ്പം ഞാൻ തന്നെ ഇന്ന് എവിടെയൊക്കെ പോയി എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ പല ആളുകളെയും കാണാൻ പോയി. ഞാൻ കാണാൻ പോയത് സൗഹൃദ ബന്ധം പുലർത്തുവാനും അതേപോലെ തന്നെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടാനും പോയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന ആളെ കണ്ടു, ഞാൻ അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും എവിടെയെങ്കിലും പോയി കാണും. അല്ല, നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞും പിന്നെയും സമയമുണ്ട്. അതുകൂടെ അറിയണം, അതുകൂടെ ഓർക്കണം. അതെ, പിന്നെ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള സമയം കൂടിയുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ശക്തമായി ഈ കാര്യത്തിൽ പ്രതികരിക്കും. നോമിനേഷൻ പിൻവലിക്കുന്നവരെ കാത്തിരിക്കുമെന്ന് നിങ്ങൾ ഈ ചാനലിലൂടെ ഒന്നും പത്തോരം പറയണ്ട. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ വാതിൽ അടച്ചതൊന്നും വാതിൽ തുറന്നതൊന്നും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതിയാണ്. 2-ാം തീയതി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാലേ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമാകത്തുള്ളൂ. അതിനൊക്കെ ശേഷം പ്രതികരിക്കാം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുമ്പോൾ UDF-ൻ്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്തൊക്കെ മാറ്റി മറിച്ച് എന്നോട് ചോദിച്ചാലും അല്ലല്ല ഈ ചെയർമാനും കൺവീനറും ഒന്നും 2 അഭിപ്രായമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങളുടെ അഭിപ്രായം ഒന്നേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പരമോന്നതമായ തെളിവാണ്. അല്ലേ, എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത്? അത് തന്നെ, അത് ഞാൻ പറഞ്ഞല്ലോ.
യു ഡി എഫിൻ്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും.